അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് നോക്കിയില്ല. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ വാതിൽ തുറക്കണം. ഇൻഷാ അല്ലാഹ് മഴ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, ഈ പറഞ്ഞ സ്വലാത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ മഴ പെയ്യൽ ഖൈറാണെങ്കിൽ നീ പെയ്യിപ്പിക്കണം. പടച്ചവനെ ഖൈറല്ലെങ്കിൽ അല്ലാഹുവേ നീ കാലാവസ്ഥ അനുകൂലമാക്കി തരണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ റബ്ബേ നീ ഖൈറാക്കി തരണേ തമ്പുരാനെ. നിങ്ങളെല്ലാരും ഇരുന്ന് പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് നനയല്ലേ? ഇൻഷാ അല്ലാഹ് മഴയെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനോട് റഹ്മത്ത് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ് ഓടണ്ട. ഇൻഷാ അല്ലാഹ് ഇത്തിരി നേരം ഇവിടെ ഇരിക്കുക. അൽഹംദുലില്ലാഹ്. ഒന്നുമില്ലെങ്കിലും മഴയാണെങ്കിൽ നമുക്ക് ദുആ ചെയ്തിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് ഇത്തിരി നമ്മളെ സന്തോഷിപ്പിക്കാനാ. എഴുന്നേറ്റ് ഓടി എത്ര ഓടും, എത്ര ഓടാൻ കഴിയും? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം അൽഹംദുലില്ലാഹ് ഒന്ന് നോക്ക്. മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയെ, ആരോ പുറത്തു നിന്ന് സലാം പറയുന്നു നബിയെ. നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, പോയി വാതിൽ തുറന്നിട്ട് ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വഅബ്ശിറൂ ബിൽ ജന്ന. വാതിലിന്റെ പുറത്ത് ആരാണോ നിൽക്കുന്നത് ആ മനുഷ്യനോട് പറയണം സ്വർഗത്തിലാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ നാവ് കൊണ്ട് സ്വർഗത്തിലാണെന്ന് പറയാൻ പറഞ്ഞപ്പോ സ്വഹാബി ഓടുകയാണ്, ആരാണ് പടച്ചവന്? ആ സ്വർഗത്തിന്റെ അവകാശിയായ ഭാഗ്യവാനായ മനുഷ്യരാണ്. പടച്ചവനെ ചെന്ന് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്നത്. സ്വഹാബി അവിടെന്ന് പറഞ്ഞ, അബൂബക്കർ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങ് സ്വർഗത്തിലാണെന്ന്. സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങളോട് സന്തോഷ വാർത്ത പറയുകയാണ്. അതാ പടച്ചവനെ അതാ തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് സംസാരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിയുമ്പോ രണ്ടാമതും വാതിൽ ഒരു സലാം കേൾക്കുകയാണ്. അപ്പോഴും സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ആരോ വാതിലിന്റെ മുമ്പിൽ വന്ന് സലാം പറയുന്നു നബിയേ. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ആ വാതിൽ തുറന്നിട്ട് പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശ്ശിറുഹു ബിൽ ജന്ന. സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറയാൻ സ്വഹാബി രണ്ടാമതും ഓടുകയാണ്. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളോടും അവിടുന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണ്. പടച്ച റബ്ബേ, ഉമർ തങ്ങളും നബി തങ്ങളുടെ ചാരത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. മൂന്നാമതും പടച്ചവനെ വാതിലിന്റെ ഭാഗത്തൊരു സലാം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സ്വഹാബി അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും, അതുകൂടെ ഒന്ന് പറയണേ എന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സ്വഹാബി എന്നിട്ട് വാതിൽ തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളോട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പടച്ചവനെയതാ ഉസ്മാൻ തങ്ങളും നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? 3 പേരാണ്
പേരാണ് തോട്ടത്തിലേക്ക് കടന്നു വന്നത്. ഒന്ന് അബൂബക്കർ തങ്ങളാണ്, രണ്ട് ഉമർ തങ്ങളാണ്, മൂന്ന് ഉസ്മാൻ തങ്ങളാണ്. ഈ മൂന്ന് പേരോടും പടച്ചവനെ ആദ്യം വന്ന രണ്ടു പേരോട് പറഞ്ഞു സ്വർഗത്തിലാണെന്ന് പറയാൻ. മൂന്നാമത് വന്ന വ്യക്തിയോട് രണ്ടു പേരോടും പറയാത്ത ഒരു കാര്യം കൂടുതലായി നബി തങ്ങൾ പറയുകയാണ്. ഉസ്മാനിനോട് പറയണം, ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, രണ്ടുപേരോടും പറയാതെ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് മാത്രം അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കണം. കണ്ണ് നിറഞ്ഞു പോകുന്ന ചരിത്രമാണ്, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത ചരിത്രമാണ്. അർഹമർ റഹീമായ അല്ലാഹ്, പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. റബ്ബേ, ആ ഉസ്മാൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. മഴയ്ക്കകത്ത് പടച്ചവനെ ഈ മഴ പെയ്യുമ്പോ എഴുന്നേറ്റ് ഓടാതെ അല്ലാഹുവേ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ ഈ പെയ്യുന്ന മഴത്തുള്ളിക്കകത്ത് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. പടച്ചവനെ ഏതെങ്കിലും മാരകമായ രോഗം, ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ വീഴുന്ന മഴത്തുള്ളിക്കകത്ത് ഞങ്ങളുടെ രോഗങ്ങളെ നീ കരിച്ച് കളയണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. മഴ പെയ്യുന്നല്ലോ, അപ്പൊ പാവങ്ങൾ ഇരുന്ന് ഒതുങ്ങിയിരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലേ? ഇപ്പൊ ഒരു കസേര എടുത്ത് തലയെ പിടിച്ചോപ്പോ നനയേണ്ടായിരുന്നു. സംഘാടകർ സഹോദരിമാര് രണ്ട് കസേര ഉള്ളവര്, കുടയുള്ളവര് കുട എടുത്തോ, അല്ലെങ്കിൽ ഒരു കസേരയെങ്കിലും എടുത്ത് തലയൊക്കെ നനയില്ലേ? ഇൻഷാ അല്ലാഹ്. സഫീറ, നിന്റെ കൂടെയുള്ള ഈ പാവത്തിനെ കൊണ്ട് കുട പിടിപ്പിച്ചാൽ എനിക്ക് സങ്കടം വരുന്നല്ലോ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരൊക്കെ നനയുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരാം. ഇരിക്കാൻ ഒരു الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. رحم رحيماയ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ കാരുണ്യത്തിന്റെ കടലായ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. പടച്ചവനെ 20 വർഷക്കാലമായി ഒരുപാട് നന്മകൾ ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അതിന്റെ പ്രവർത്തകന്മാർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. നീ അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്, നീ അവരോട് ദയ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, മഴയെന്ന് പറയുന്നത് നിന്റെ റഹ്മത്താണ്, നിന്റെ അനുഗ്രഹമാണ് പടച്ചവനെ. വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. അല്ലാഹുവേ, കുറച്ചു സമയത്തേക്ക് നീ കാലാവസ്ഥ ഒന്ന് അനുകൂലമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മഴ പെയ്യലാണ് ഖൈറെങ്കിൽ പടച്ചവനെ ഞങ്ങൾക്ക് വിരോധമില്ല റബ്ബേ. അല്ലാഹുവേ, മഴ
മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഈ സഹോദരങ്ങൾ ഈ സഹോദരിമാര് ഈ മഴയ്ക്കകത്തിരുന്ന് നനയുന്നു റഹ്മാനെ. സർവ പാപങ്ങളും നീ കഴുകിക്കളയണേ അല്ലാ, സർവ പാപങ്ങളും നീ കഴുകിക്കളയണേ അല്ലാ. ഈ മഴ പെയ്തപ്പോൾ അവരെഴുന്നേറ്റ് ഓടിയില്ല തമ്പുരാന്. ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇത് ദുനിയാവിലെ സ്വർഗ്ഗമാണ്. മക്കള് ഒരുപാട് ചെറുപ്പക്കാര് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, അവരെ പരലോകത്തിട്ട് നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ആരാണോ ഭക്ഷണത്തിന് വേണ്ടി സദഖ ചെയ്തവർ നീ അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന്. ആരെല്ലാം ഈ മജ്ലിസിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടോ അത് മരുന്നാക്കണേ അല്ലാ, അത് മരുന്നാക്കണേ അല്ലാ, അത് മരുന്നാക്കണേ അല്ലാ. ആരെല്ലാം അത് കഴിക്കുന്നുണ്ടോ അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ റഹ്മാനായ അല്ലാ നീ കരിച്ചു കളയണേ അല്ലാ, നീ കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ ഹാജിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മക്കൾക്ക് താങ്ങമ തണലുമായി നിൽക്കുന്ന മനുഷ്യനാട് ആഫിയത്തും ദീർഘായുസും നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാന്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. മേക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ, ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ആരെല്ലാം ഇത് കേട്ടുകൊണ്ട് ആമീൻ പറയുന്നുണ്ടോ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബേ അല്ലാഹുവേ ഈ സ്ഥലം കൊടുത്തവർ സൗകര്യം ചെയ്തവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവര്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 5 വീട് വെച്ച് കൊടുക്കണം, 5 പെൺമക്കളുടെ വിവാഹം. പടച്ചവനെ ഒരുപാട് സ്വപ്നങ്ങളാണ് തമ്പുരാന്, എല്ലാം നല്ല കാര്യമാണ് തമ്പുരാന്. ഒരു മുടക്കവും വരുത്തല്ല റബ്ബേ, എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ എന്റെ കൂടെ വന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം ഈ മജ്ലിസിൽ ഈ മഴയ്ക്കകത്ത് ഇവിടെ വന്നിരുന്ന് വരുണ്ടോ കാരുണ്യവാനായ അല്ലാ, കരുണക്കടലായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ, നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വരുമ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് പറഞ്ഞ് പിരിയ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്തായാലും വന്നതല്ലേ, ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇൻഷാ അല്ലാഹ് ഞാനും എൻ്റെ കുടുംബവും അൽഹംദുലില്ലാഹ് അടുത്ത ആഴ്ച ഹജ്ജിന് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും നനഞ്ഞു, എന്തായാലും നനഞ്ഞു, ഇനി ഓടിയാലും നനയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരൊറ്റ നന്മ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ചരിത്രം വായിച്ച എല്ലാവരും കരഞ്ഞു പോകുന്ന ചരിത്രമാണ്. ആ സ്വഹാബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഗുണപാഠം ഞാൻ പറഞ്ഞു തരാം. ആ സ്വഹാബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഗുണപാഠം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പടച്ച റബ്ബിനെ വല്ലാത്ത ഭയമായിരുന്നു. പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിനെ വല്ലാത്ത ഭയമായി എപ്പോഴും കരയും. എന്തു പറയുമ്പോഴും ഉസ്മാൻ തങ്ങൾ വല്ലാത്ത കരച്ചല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖബർ കണ്ടാൽ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ വല്ലാത്ത കരച്ചലാണ്. ഉസ്മാൻ തങ്ങൾക്ക് ഖബർ എന്ന് പറയുന്നത് വല്ലാത്ത പേടിയാണ്. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. ഖബർ കണ്ടാ കരയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്മാൻ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തേ തങ്ങള് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ.
അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകളെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് വല്ലാതെ കരയുന്നത്? ഖബർ കാണുമ്പോ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നല്ലോ. ഇതുപോലെ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ പെങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അതാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ല പെങ്ങള്. എവിടെ നോക്കിയാലും നിന്റെ കൂടെ ആളാണല്ലോ. വാപ്പ കൂടെയുണ്ട്, ഉമ്മ കൂടെയുണ്ട്, ഭർത്താവ് കൂടെയുണ്ട്, കൂടപ്പറപ്പ് കൂടെയുണ്ട്, കുടുംബക്കാര് കൂടെയുണ്ട്. എവിടെ പോയാലും നമ്മുടെ കൂടെ ആളാണ്. നമ്മൾ നാളെ മരിച്ചു മസ്റയിലേക്ക് കടന്നു പോകുമ്പോൾ ആ മസ്റയിൽ ഞാനും നീയും മാത്രമല്ല, കോടാനുകോടി ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹു നിനക്ക് സ്വർഗം തന്നാൽ സ്വർഗത്തിലും നീ ഒറ്റയ്ക്കല്ല. അല്ലാഹു നരകത്തിലിട്ടാൽ നരകത്തിലും ഒറ്റയ്ക്കല്ല. എവിടെ ചെന്നാലും നമ്മുടെ കൂടെ ആളുണ്ട്. എവിടെ ചെന്നാലും നമ്മുടെ കൂടെ ആളുണ്ട്. എന്നാ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മളവിടെ ഒറ്റയ്ക്കാണ് പോയി കിടക്കുന്നത്. ആ കിടക്കേണ്ട സ്ഥലം ഏതെന്നറിയോ? പള്ളിപ്പറമ്പിലാറടി മണ്ണിനകത്താ. എല്ലാവരും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വരികയാണ്. പിടിമണ്ണ് വാരിയിടുകയാണ്, പിടിമണ്ണ് വാരിയിടുകയാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും അവിടെ വരെ വരൂ, എല്ലാവരും അവിടെ വരെ വരൂ. എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഈ വാപ്പാ നീ അവിടെ ഒറ്റയ്ക്കാണ്, ഒരാളും നിന്റെ കൂടെ വരില്ല. അവിടെ നീ ഏകാന്തനായി പോയി കിടക്കേണ്ട ഒരു സ്ഥലമാണ്. പടച്ചവനെ, ആ ഒറ്റയ്ക്ക് ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട സ്ഥലമാണ് ഖബർ. മഹാനായ ഉസ്മാൻ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറിനകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഖബറിനകത്ത് രക്ഷപ്പെടണം സഹോദരാ. ആ ഏകാന്തതയുടെ വീടിന്റെ അകത്ത് പടച്ചവനെ സമാധാനമുണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലടോ. തെറ്റു ചെയ്യാൻ ഭയമില്ലടോ. പരസ്യമായി എന്ത് തോന്നിവാസവും കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. നമുക്കൊരു ഭയമില്ല. അല്ലാഹ് കാണുന്നുണ്ട്. നമ്മൾ മരിക്കേണ്ടവരാണ്. ഖബറിൽ പോയി വിചാരണ നേരിടേണ്ടവരാണ്. ഈ ചിന്തയൊന്നും നമുക്കില്ലടോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു നടക്കുകയാണ്. എല്ലാവരും പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്. പെങ്ങളെ, ആരാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മിസ്ബാഹി ഉസ്താദ് അവസാനമായിട്ട് ഓതിയ ഒരായത്തേതാ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് പെട്ടെന്ന് പാരായണം ചെയ്തല്ലോ. എന്താണ് ആയത്തിന്റെ അകത്ത് അല്ലാഹു പറയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തെറ്റു ചെയ്യാൻ എളുപ്പമാണ്. ഇന്നെല്ലാം സാധാരണയായി മാറി. ഇന്നാർക്കും ഭയമില്ല. കണ്ടുപിടിക്കാൻ പേടിയില്ല. കഞ്ചാവ് വലിക്കാൻ പേടിയില്ല. വ്യഭിചരിക്കാൻ ഭയമില്ല. പാവങ്ങളൊക്കെ നിസാരമായി കാണുകയാണ്. എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നുപോയി സഹോദരാ. പെങ്ങളെ, ഈ കാലഘട്ടത്തിൽ തെറ്റു ചെയ്യാതെ ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യാതെ ജീവിക്കാൻ കഴിയും? ഇന്നെല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമാക്കല്ലേ പെങ്ങള്. അങ്ങനെ
നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, പാപം ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, കള്ളു കുടിക്കാൻ കൂടെ പഠിക്കുന്ന കുട്ടികൾ ബിയർ തന്നിട്ട് പറയുന്നു കുടിക്കടാ, കഞ്ചാവ് തന്നിട്ട് പറയുന്നു വലിക്കടാ, എല്ലാരും ചെയ്യുന്നതല്ലേ, ഒന്ന് ചെയ്തു നോക്കടാ എന്ന് പറയുമ്പോ അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും വൃത്തികേടുകൾ ചെയ്യുമ്പോൾ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോ പെങ്ങളെ നീ അവരുടെ കൂടെ കൂടാൻ പാടില്ല. അതിൽ നിന്ന് നീ പിന്തിരിയ്, അതിൽ നിന്ന് നീ പിന്മാറ്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരാൾക്ക് 2 സ്വർഗ്ഗം അല്ലാഹു ഓഫർ ചെയ്യുകയാ. ഒരാൾക്ക് 2 സ്വർഗ്ഗം അല്ലാഹു ഓഫർ ചെയ്യുകയാ. 2 സ്വർഗ്ഗം അല്ലാഹു തരുമെന്ന് പറയുകയാണ്. ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, വഅദ് പറഞ്ഞവനല്ല, സദഖ ചെയ്തവനല്ല, നോമ്പ് പിടിച്ചവനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ആർക്കാണ് അല്ലാഹു 2 സ്വർഗ്ഗം കൊടുക്കാമെന്ന് പറയുന്നത്? തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എനിക്ക് പടച്ചവനെ പേടിയാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ കാലഘട്ടത്തില് പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവനെ പടച്ചവനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. എന്തുകൊണ്ടാണെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്കകത്ത് എല്ലാ വഖത്തിലും ഉണ്ടാകുന്ന ചെറുപ്പക്കാരനാണ്. ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമാണ്. ഇവൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. അവൾക്ക് ഇവളോട് വല്ലാത്ത പ്രണയമാണ്, അവൾക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ്. എന്ത് പറഞ്ഞിട്ടും ഇവൻ വഴങ്ങി കൊടുക്കുന്നില്ല. പെണ്ണ് പിന്മാറാൻ തയ്യാറായില്ല. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ, ഈന്തപ്പന മരങ്ങളുടെ നടുവിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ പെണ്ണവനെ കേറി കെട്ടിപ്പിടിക്കുകയാണ്, തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്, ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണ് യാചിക്കുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്നോട് വല്ലാത്ത സ്നേഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചുതാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചുതാ. പടച്ചവനെ, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൽതടങ്ങൾ നിറയുകയാണ്. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഞാനിനി നരകത്തിലാണല്ലോ. ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പെണ്ണ് നിലവിളിച്ചുകൊണ്ട് താഴെ വീണപ്പോ ആ പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ വഴിയോരത്ത് കിടക്കുകയാണ്. ആരോ കണ്ടിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നോ. ബോധം തിരിച്ചു വന്നപ്പോ പ്രായം ചെന്ന വാപ്പ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റികടാ പൊന്നുമോനെ? വാപ്പാ, ഹസറത്ത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി വാപ്പാ. ഞാൻ വ്യഭിചരിച്ചു വാപ്പാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് കയറി പിടിച്ചു വാപ്പാ. പൊന്നാര മകന് നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. വാപ്പ പറഞ്ഞു, കരയരുത് പൊന്നുമോനെ, എന്റെ പൊന്നുമോന് കരയ